ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റവയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ടില്ലേ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോയുടെ ഒരു പാക്കറ്റ് റവയാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ റവയൊക്കെ വാങ്ങി വെച്ച് കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പുഴു കയറാറുണ്ടില്ലേ. നമ്മൾ എത്ര സേഫായിട്ട് വെച്ചാലും ഇതിനകത്ത് പുഴു കയറും, പിന്നെ നമുക്കത് കഴിക്കാൻ കൊള്ളില്ല. അപ്പോൾ അങ്ങനെ പുഴു കയറാതിരിക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇത് കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ എത്ര റവ ഉണ്ടെങ്കിലും ഒന്നിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ റവയൊക്കെ വറുത്താണല്ലോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടുള്ളത് മേടിച്ചത് ഫുള്ളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് സാധാരണ ഉപ്പുമാവിന് വറുത്തെടുക്കുന്ന പോലൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ റവയിന്ന് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഞാനിവിടെ ഒരു പേപ്പറിലേക്ക് ഇത് ആറാനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ആറിയതിന് ശേഷം വേണം ഇതെടുക്കാൻ. അപ്പോൾ ഇത് അതൊന്ന് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് എത്ര ദിവസം അല്ല മാസങ്ങളോടോ നമുക്ക് വെച്ചിരുന്നാലും നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു പുഴു അഴുക്കോ കേടുകളോ ഒന്നും വരത്തില്ല, കട്ടയൊന്നും കെട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇനിയും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് അവൽ വെച്ച് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അവലെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി അവലിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഒരു 1/4 മുറിയോളം ഒരു അരഭാഗത്തോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ മധുരം ഉണ്ടായിരിക്കും. ഞാനിവിടെ ഏകദേശം 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 മുറി തേങ്ങായൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങയും ശർക്കരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് നല്ലൊരു നനവാണ് ഉണ്ടാവുന്നത്. ഈ ഒരു നനവോടുകൂടി നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കഴിക്കാം. അതെല്ലാം നമുക്ക് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടാവുമല്ലോ, അതിലെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം മിക്സ് ചെയ്യുമ്പോഴത്തേന് നല്ല നനവുണ്ടാവും. അപ്പോൾ ആ തേങ്ങാവെള്ളം ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് അവരൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം. പിന്നെ നിങ്ങൾക്ക് ചായയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാനിവിടെ ഗോതമ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കടകളിൽ നിന്നൊക്കെ ഗോതമ്പ് പൊടി വാങ്ങിയതിന് ശേഷമാണില്ലേ. ഗോതമ്പ് പൊടി വാങ്ങിയ ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും. ചിലപ്പോൾ നമ്മൾ വറുത്തെടുക്കാറില്ല. കടകളിൽ നിന്ന് വാങ്ങി നമ്മൾ പൊടിക്കുന്നതാണെങ്കിലും വറുത്തെടുത്തൊക്കെയാണ് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത്. അപ്പം ഈ ഗോതമ്പ് പൊടി നമ്മൾ കടയിൽ നിന്നും വാങ്ങാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കാമെന്നുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് ഗോതമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കഴുകി എടുത്തുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഉള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചിപ്പിലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ എടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് നിരത്തിയിടാം. നിരത്തി ഇട്ട് കൊടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള ആ വെള്ളം ഒന്ന് ഊറി നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് വിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് വെള്ളം തോർന്നെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മളെടുത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു പുട്ടുകുറ്റി ഉണ്ടല്ലോ, നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന പുട്ടുകുറ്റിയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പുട്ടുകുറ്റിയിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് ഇവിടെ ഞാൻ പുട്ടുകുറ്റിയിലേക്ക് നിറച്ചിട്ടുണ്ട്. നിറച്ചതിന് ശേഷം ഞാനിവിടെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊക്കെ ഒരു പുട്ടിൻ്റെ പാത്രത്തിൽ ഞാനിവിടെ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്ന് നമുക്കിനി അപ്പോഴത്തേക്കും ഇതൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചിട്ട് ഇതിൽ ആവി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഒന്ന് ആറുന്നിടം വരെ എന്നിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ ഇവിടെ ഗോതമ്പ് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മിക്സി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇടയേണ്ട ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ചെറിയ തരിതരിയായിട്ട് നമ്മൾ പണ്ട് ഉപ്പുമാവൊക്കെ പണ്ട് കിട്ടത്തില്ലായിരുന്നു നമുക്ക് അംഗൻവാടിയിൽ നിന്നൊക്കെ, അതുപോലൊക്കെയുള്ള ഒരു ചെറിയ തരിയായിട്ട് കിടന്നുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, സാധാരണ പുട്ടിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പോലെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങയും കൂടെ ഈ ഒരു ടൈമിൽ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ വെള്ളം തളിച്ച് നമുക്ക് പൊടി നനച്ചെടുക്കാം. പുട്ടിൻ്റെ പൊടിയൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ പുട്ടുപൊടി ഒന്ന് നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഫസ്റ്റിൽ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലൊക്കെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് വാരിയിടാം. നിങ്ങൾക്ക് 1 or 2 ലെയറായിട്ട് വേണമെങ്കിലും തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആകെ രണ്ടായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ട്രിപ്പ് കൂടെ ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നിങ്ങളെ എടുത്ത് കാണിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുട്ടുപൊടിയിൽ തയ്യാറാക്കുന്ന പോലെയൊക്കെയല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കടലയോ പഴമോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിച്ച അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് വെച്ചിട്ടുള്ള പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഗോതമ്പ് പൊടി മേടിച്ച് പുട്ട് തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. ഇതുപോലെ ഗോതമ്പ് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ ഗോതമ്പ് കഴുകി വൃത്തിയാക്കി ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ പുട്ട് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് സാധാരണ പൊടിയിലുണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടി രുചിയായിരിക്കും ഈ ഒരു പുട്ടിന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.